സ്റ്റാർട്ട് ദ ഡേ വിത്ത് ജീസസ്. കുട്ടികൾക്കുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെയും ചിന്തിക്കുമായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൂട്ടുകാരൻ ആരാണ്? ദൈവമാണ് നമ്മുടെ കൂട്ടുകാരൻ, അല്ലേ? അതായത് ഏത് സാഹചര്യത്തിലും നമ്മളെ കൈവിടാത്ത, നമ്മളെ തള്ളിപ്പറയാത്ത, എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ല ഒരു കൂട്ടുകാരനാണ് ഈ ദൈവം. ഈ ദൈവം ഒരിക്കലും നമ്മളെ വിട്ട് മാറുന്നില്ല. കൂട്ടുകാർ ചിലപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ സമയത്ത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ നമ്മൾ കിടക്കുമ്പോഴും നടക്കുമ്പോഴും, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും, യാത്രയിലായിരിക്കുമ്പോഴും, സ്കൂളിലായിരിക്കുമ്പോഴും, എവിടെയായിരുന്നാലും എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഏറ്റവും വലിയ, ഏറ്റവും നല്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഇന്ന് ഈ മൂന്നാമത്തെ ദിവസം നമ്മൾ സ്കൂളിലേക്ക് പോകുവാനായിട്ട് നമ്മൾ തയ്യാറാകാൻ പോകുന്നു. ഈ രാവിലെ നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കുവാണ്. ദൈവത്തോടൊപ്പം നമ്മൾ ആരംഭിക്കുകയാണ്. സദൃശവാക്യം 1:7 നമ്മൾ ചിന്തിക്കുന്നത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അപ്പോൾ നമുക്ക് ജ്ഞാനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യഹോവ ഭക്തിയുള്ളവരായിരിക്കണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്നാമതായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യരുത്. സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ സ്കൂളിലൊക്കെ പ്രെയർ സോങ് കേൾക്കാറുണ്ട്. പ്രെയർ സോങ് ഉണ്ട്, പ്രെയർ ടൈം ഉണ്ട്. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കണം. അതുപോലെ വൈകുന്നേരം നമ്മൾ തിരികെ വീട്ടിലേക്ക് വരുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. വൈകുന്നേരം പഠിച്ചു തുടങ്ങുമ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആരംഭിക്കുവാൻ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയാണ് പറയുന്നത്, യെസ്, ഈ കുഞ്ഞ് യഹോവ ഭക്തിയുള്ള കുഞ്ഞാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയുവാൻ കാരണമായി തീരും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ആരോടാണ് നമ്മൾ പറയാറുള്ളത്? പലപ്പോഴും നമ്മൾ നമ്മുടെ ക്ലാസ്സിലുള്ളവരോട് പറയാറുണ്ട്, കൂട്ടുകാരോട് പങ്കുവയ്ക്കാറുണ്ട്, പാരൻസിനോടും ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് ദൈവത്തോടാണ്. കാരണം ദൈവം നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. യഹോവ ഭക്തിയുള്ള മക്കളല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ലേ? അപ്പോൾ ദൈവം നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അറിയുന്നു. ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ദൈവം നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വരുമോ? തീർച്ചയായിട്ടും വരും, പ്രയാസങ്ങൾ വരും. പക്ഷേ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നമ്മൾ ദൈവത്തോട് തന്നെ തുറന്നു പറയുക നമ്മുടെ പ്രയാസങ്ങൾ. നിങ്ങൾക്ക് തലവേദനയുണ്ടോ? തലവേദന വരുവാണോ? പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുവാണോ? നമ്മൾ ഉടനെ മരുന്ന് വാങ്ങാനല്ല പോകേണ്ടുന്നത്. മരുന്ന് വാങ്ങണം, ഇല്ല എന്നല്ല. പക്ഷെ ആദ്യം നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? നമ്മൾ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവമേ, എനിക്ക് തലവേദനയായിട്ട് ഞാൻ പ്രയാസപ്പെടുകയാണ്, എൻ്റെ തലവേദനയെ അങ്ങ് സൗഖ്യമാക്കണമേ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കാരണം ദൈവത്തിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഇഷ്ടമാണ് ദൈവത്തിന്. കാരണം യേശുകർത്താവ് തന്നെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിങ്ങൾ ആ ദൈവത്തോട്, നിങ്ങൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ ദൈവമേ എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. കാരണം ദൈവത്തിനൊരു പേരുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ നിങ്ങളുടെ പപ്പയും അമ്മയൊക്കെ ഒത്തിരി ഓമന പേരിട്ടൊക്കെ വിളിക്കാറില്ലേ? പല വിളിപ്പേരുകളൊക്കെ വിളിക്കാറില്ലേ? മോനെ എന്ന് വിളിക്കുന്നവരുണ്ട്, മോനു എന്ന് വിളിക്കുന്നവരുണ്ട്, മോളു എന്ന് വിളിക്കുന്നവരുണ്ട്. അങ്ങനെ പല ഇഷ്ടപ്പെട്ട പേരുകളും ഒക്കെ വിളിക്കുന്നവരുണ്ട്, അല്ലേ? ദൈവത്തിന് അതുപോലെ ഒരു പേരുണ്ട്. ദൈവത്തിൻ്റെ ഒരു പേര്, അനേകം പേരുകൾ ഒരു പേരാണ് യഹോവ റാഫ. യഹോവ റാഫ എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കുന്ന യഹോവ, നമ്മളെ സൗഖ്യമാക്കുന്ന യഹോവ. നമുക്കൊരു രോഗം വരുമ്പോൾ നമ്മൾ ഈ ദൈവത്തോട് സഹായം ചോദിച്ചാൽ ഈ ദൈവം നമ്മളെ സൗഖ്യമാക്കും. കാരണം ദൈവത്തിൻ്റെ പേര് യഹോവ റാഫ എന്നാണ്. നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളാണോ നമുക്ക് ദൈവത്തോട് പറയുവാൻ നമുക്ക് പറ്റണം. പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ദൈവമേ, എനിക്ക് ഈ വിഷയം ഇച്ചിരി പ്രയാസമാണ്, എനിക്ക് മാത്സ് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്, സോഷ്യൽ സയൻസ് എനിക്ക് കുറച്ച് പ്രയാസമാണ്, അല്ലെങ്കിൽ ഏത് വിഷയമായിക്കോട്ടെ, നിങ്ങൾക്ക് മലയാളം പഠിക്കാൻ പറ്റുന്നില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോട് നിങ്ങൾ പറഞ്ഞാൽ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരും. കാരണം ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാമുണ്ട്, സകലവും ദൈവത്തിൻ്റെ കയ്യിലാണ്. ജ്ഞാനം വരുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ്. നമുക്കുള്ള ബുദ്ധിയും വിവേകവും ഓർമ്മശക്തിയും എല്ലാം വരുന്നത് ദൈവത്തിൻ്റെ അടുക്കൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് ദൈവത്തോടായിരിക്കണം.
അപ്പോൾ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഒരു ഉറക്കം നൽകി ഈ പുതിയ ദിവസം കാണുവാൻ അങ്ങ് സഹായിച്ചല്ലോ. അതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ കർത്താവേ സ്കൂളിലേക്ക് പോകുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടി ഇരിക്കണമേ. അങ്ങയുടെ ദൂതന്മാർ അവരുടെ മുമ്പാകെ യാത്ര ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപകടങ്ങൾ വരാതെ വണ്ണം, ആപത്തുകൾ വരാതെ വണ്ണം കാത്തു പരിപാലിക്കണമേ അപ്പാ. അങ്ങയുടെ സാന്നിധ്യത്തിനാൽ നിറയ്ക്കണമേ കർത്താവെ. അവരുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നാലും ദൈവത്തോട് പറയുന്നവരായി, ദൈവവുമായിട്ട് അങ്ങനെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കുവാൻ ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരുടെ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലുമെല്ലാം ദൈവം കൂടെ ഉണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി വരുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ഇന്നത്തെ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഇന്ന് പ്രിയ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാൻ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ പോകുന്ന യാത്രയിലുമൊക്കെ കൂടിയിരിക്കണമേ. വൈകുന്നേരം സന്തോഷത്തോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന് അങ്ങയ്ക്ക് നന്ദി പറയുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ട് കർത്താവെ, സ്കൂൾ ബസ്സുകളിലൊക്കെ പോകുന്നവരുണ്ട് ദൈവമേ. എവിടെയൊക്കെ അവർ യാത്ര ചെയ്യുന്നുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം അങ്ങയുടെ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവരെ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. എല്ലാ മഹത്വത്തോടത്തേക്ക് സമർപ്പിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്വർഗീയ പിതാവേ, ആമേൻ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തോട് പങ്കുവയ്ക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.